കൊച്ചി മട്ടാഞ്ചേരിയിലെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് കേസിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്ന് പോലീസ്. സാങ്കേതിക സഹായം ചെയ്തവരെ അടക്കം പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. തട്ടിപ്പ് നടന്നത് ദുർഗ അർബൻ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിലാണെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. മണി ലോണ്ടറിംഗ്, ക്രിപ്റ്റോ കറൻസി എന്നിവയുമായി ബന്ധപ്പെട്ട മുംബൈ തിലക് നഗർ പോലീസ് സ്റ്റേഷനിലുള്ള എഫ്ഐആർ റദ്ദാക്കാൻ പണം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു തട്ടിപ്പ്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ 12 തവണകളായി മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മയിൽ നിന്ന് 2,88,10,000 രൂപയാണ് സംഘം തട്ടിയെടുത്തത്. പോലീസ് പിടിയിലായ മുംബൈ സ്വദേശി സന്തോഷിന്റെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റി വഴിയാണ് തട്ടിപ്പ് നടന്നതെന്നും ഇതിൽ 51 ലക്ഷം രൂപ പിൻവലിച്ചെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഓൺലൈൻ തട്ടിപ്പിലൂടെ 4 കോടി രൂപ സമാഹരിച്ചതായും സൂചനയുണ്ട്. മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന സൈബർ കേസുകളിൽ നമ്മൾ മലപ്പുറം, കോഴിക്കോട് ഭാഗം കേന്ദ്രീകരിച്ച് നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ATM വിഡ്രോവലാണെങ്കിലും ചെക്ക് വിഡ്രോവലായിട്ടല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മലയാളികളിൽ ഇത്ര ആളുകൾ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ അവരെല്ലാം അതിൻ്റെ ഏറ്റവും അവസാനത്തെ തട്ടിൽ വരുന്ന ആളുകളാണ്. എൻ്റെ മെയിൻ പ്രതികൾ കൂടുതലും നമ്മുടെ നോർത്ത് ഇന്ത്യൻ ബേസ് തന്നെയാണ് കൂടുതലും എല്ലാ പ്രതികളും. ഡൽഹി, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ്. 61 ലക്ഷം രൂപ ഡൽഹിയിൽ നിന്ന് പിൻവലിച്ചതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വൈകാതെ കൂട്ടുപ്രതികളിലേക്ക് എത്താനാകുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി സ്റ്റേഷനിലെത്തിയ പരാതിക്കാരിയുടെ പെരുമാറ്റത്തിൽ പോലീസിന് തോന്നിയ സംശയമാണ് കേസിൽ വഴിത്തിരിവായത്. മീഡിയ 1, കൊച്ചി.